നമസ്കാരം. ഇന്നലെയായിരുന്നു ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ പിരിച്ചുവിട്ടു എന്നൊരു വാർത്ത വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കൃത്യമായി കാര്യങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റും ഈ സംഭവം നടക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രസിഡന്റും എന്ന സിയാദ് കോക്കർ ഇന്നലെ വിവരിച്ചിരുന്നു. എങ്കിലും എൻ്റെ കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് സിയാദ് ഖാനെ കാണുന്നത്. സിയാദ് ഖാ, ഇന്നലെ സർക്കാരിൻ്റെ ഒരു ഉത്തരവാണ് ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ പിരിച്ചുവിട്ടതായ ഒരു ഉത്തരവ് എന്ന് പറയുന്നു. അത് രജിസ്ട്രാർ അന്വേഷിച്ച് കോടതിയുടെ നിർദ്ദേശപ്രകാരം സർക്കാർ നിയമിച്ച രജിസ്ട്രാർ അന്വേഷിച്ചു എന്ന് പറയുന്നു. എന്നിട്ടാണ് ഇപ്പോൾ പിരിച്ചുവിടലുണ്ടായിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? ഇതിൽ എനിക്ക് ആദ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം, ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഓർഡറാണ് ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഉണ്ടായിരിക്കണം. പക്ഷേ ഇതിൽ എല്ലാവരും കൊട്ടിഘോഷിക്കുന്ന മാതിരി പിരിച്ചുവിടൽ എന്ന് പറയുന്നത് അല്ല ഓർഡറിലുള്ളത്. അത് ഓർഡർ വായിച്ചാലേ മനസ്സിലാവും. മലയാളത്തിലാണ്. ആ മലയാളത്തിൽ വായിച്ചു കഴിഞ്ഞാൽ അത് അവൈലബിൾ ആയിരിക്കും. അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന ഒരു സാധനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിരിച്ചുവിടലല്ല, ഇതിൻ്റെ മേൽ നടപടികൾക്ക്, അത് പിരിച്ചുവിടൽ അടക്കമുള്ള മേൽ നടപടികൾക്ക് കളക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ടും ജില്ലാ കോടതിയിൽ പോയിട്ട് അതിൻ്റെയായിട്ടുള്ള സമയമെടുത്ത് അവിടെ വാദപ്രതിവാദങ്ങൾ നടക്കും, കാര്യങ്ങൾ നടക്കും, അതിലെല്ലാം ഉണ്ട്. അപ്പോൾ അത് ആണ് ഇതിൻ്റെ സത്യാവസ്ഥ. അല്ല, പിരിച്ചുവിടൽ ഗവൺമെൻറ്റിന് ഒരു അധികാരമില്ല. നിയമപരമായിട്ട് ചാരിറ്റബിൾ ആക്ടിൻ്റെ, സൊസൈറ്റീസ് ആക്ടിൻ്റെ നിയമം അനുസരിച്ചിട്ട് ജില്ലാ കോടതിയിൽ ഗവൺമെൻറ് സമീപിക്കുകയും ആ ജില്ലാ കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടാകുകയും അതിൽ അപ്പീലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സുപ്രീം കോടതി വരെ പോവാം. മനസ്സിലായി? അപ്പം ഒരു പിരിച്ചുവിടൽ എന്ന് പറയുന്ന പ്രയോഗം തന്നെ തെറ്റാണ്. അത് അവരുടെ ഓർഡറിൽ തന്നെ ഇല്ല. ഈ 2016 മുതലുള്ള ഭരണസമിതിക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചത്. മനു എന്ന വ്യക്തി ആരോപണം ഉന്നയിക്കുക. ആ ആരോപണം എങ്ങനെയാണ് കാണുന്നത്? അതായത് ബാലിശമായിട്ട്, അതായത് പുള്ളിയുടെ ഒരു കേസ് കൊടുക്കുക എന്ന് പറയുന്നത് പുള്ളിയുടെ ഒരു ഹോബിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് മനോജ്. ഏത് സിനിമ ചെയ്തെന്നോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനിൽ ഏത് പടത്തിൻ്റെ പേരിലാണോ പണ്ട് കാലത്ത് എന്തോ ഒരു മെമ്പർഷിപ്പ് എടുത്തെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അസോസിയേഷൻ ഉദ്ദേശിച്ചിട്ട് ഞാനടക്കമുള്ള ആൾക്കാർ ഇവിടുത്തെ സീനിയർ ലോയേഴ്സിനോട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഓരോ പേപ്പർ മൂവ് ചെയ്തേക്കുന്നത്. ഈ മനോജ് തന്നെ കീഴ്ക്കോടതിയിൽ അദ്ദേഹത്തിൻ്റെ അംഗത്വത്തെ പറ്റി സമർപ്പിച്ച ഹർജി കീഴ്ക്കോടതി തള്ളി. 16 ഒക്കെ ഉണ്ടാക്കിയ നമ്മളുടെ ജനറൽ ബോഡിക്ക് നിയമസാധ്യതയുണ്ട്. ബിക്കോസ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് നമ്മൾ അതിൻ്റെ ജനറൽ ബോഡിയൊക്കെ വിളിച്ചിരിക്കുന്നതും അതിൽ എത്രയോ അംഗങ്ങൾ ഹാജരായെന്നുള്ള റെക്കോർഡ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ആക്ഷേപങ്ങളാണ്, അത് ആർക്ക് വേണമെങ്കിലും ആക്ഷേപങ്ങൾ പറയാം. ഇതൊരു രാഷ്ട്രീയ കളികളെ മാതിരിയുള്ള ഒരു സംഭവമാണ്. അല്ലാതെ ഇതിലൊന്നും വലിയ പ്രാധാന്യം ഞാൻ കൽപ്പിക്കുന്നില്ല. എന്നെ ഉദ്ദേശിച്ചിട്ട് ഇത് ചലഞ്ചബിളാണ്. അതിൻ്റെ നിയമവ്യവസ്ഥയിൽ ഞങ്ങൾ ഇന്നലെ തന്നെ ഇതിൻ്റെ ലീഡിങ് അഡ്വക്കേറ്റ്സ് ആയിട്ടുള്ള സീനിയർ അഡ്വക്കേറ്റ്സിനെയൊക്കെ ഞങ്ങൾ റെപ്യൂട്ട് ചെയ്യും. അവർ ഉപദേശം എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത്. ഇത് ഞങ്ങൾ ഈ ഗവൺമെൻറ് ഓർഡറും എന്ന് പറയുന്ന സംഭവം റിപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ. സജസ്റ്റിംഗ് ടു കളക്ടർ, അതായത് അതാണ് ടാക്സസിൻ്റെ കളക്ടർ, ടാക്സസിൻ്റെ ഉത്തരവാദിത്തമുള്ള ഒരു ഓഫീസറിനെ അവർ ഗവൺമെൻറ് ലീഡറിലേക്ക് കൈമാറിക്കഴിഞ്ഞ് അവിടെ കേസ് നടക്കേണ്ടതാണ്. അല്ലാതെ പിരിച്ചുവിടൽ എന്നുള്ള പ്രക്രിയ ഡയറക്റ്റായിട്ട് ഒരു ഗവൺമെൻറ്റിനും സൊസൈറ്റീസ് ആക്ട് പ്രകാരം ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പോൾ ഒരു കളക്ടറിൻ്റെ നിർദ്ദേശം നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കളക്ടർ ഇനി നിങ്ങളുമായിട്ടൊക്കെ ഒരു ആശയവിനിമയം കളക്ടറിനോട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് മറ്റേ കേസ് കൊടുക്കാൻ വേണ്ടിയാണ്. ഡിസ്ട്രിക്ട് കോർട്ടിൽ നിയമാനുസൃതമുള്ള കേസ് മൂവ് ചെയ്യാനായിട്ട് ഒരാൾ വേണമല്ലോ. അത് കളക്ടറല്ല. കളക്ടർ അത് ഗവൺമെൻറ് ലീഡേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ടും അവർ കേസ് കൊടുക്കും. ആ കേസ് കൊടുക്കുമ്പോൾ വാദം ഉണ്ടാവും, പ്രതിഭാഗത്തിൻ്റെ ഭാഗം ഉണ്ടാവും, വാദിഭാഗത്തിൻ്റെ ഭാഗം ഉണ്ടാവും, അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. പിന്നെ അതിനും നമുക്കെതിരായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പീലബിളാണ്. നിയമം എല്ലാവർക്കും ഒന്ന് തന്നെയല്ലേ, അപ്പോൾ അപ്പീലബിളാണ്. അപ്പീൽ വരുമ്പോഴത്തേക്കും അതിനെപ്പറ്റി സുപ്രീം കോർട്ട് വരെ ഞങ്ങൾക്ക് പോകാൻ സാധിക്കും. തീർച്ചയായിട്ടും. ഇതിൻ്റെ പിന്നിൽ മറ്റ് ആരെങ്കിലും ഉണ്ടോ എന്ന് വിശ്വസിക്കുന്നു? മറ്റ് സംഘടന, ചില ആളുകൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. പേരുകൾ ഞാൻ പറയില്ല. പക്ഷേ ഞങ്ങളോട് അസൂയ കൊണ്ട് ഈ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ ഇന്ന് കേരളത്തിലെ എല്ലാ അസോസിയേഷൻ്റെയും ഒരു എന്തെന്നാ പറയുക, പ്രബലമായിട്ടുള്ള ഒരു സംഘടനയാണ്. ഗവൺമെൻറ്റിനെതിരായിട്ടാണെങ്കിലും മറ്റുള്ള സംഘടനക്കെതിരായിട്ടാണെങ്കിലും സംഘടനകളിലാണെങ്കിലും ഒരു മുൻതൂക്കം വരുന്ന ഒരു ഭരണസമിതിയാണ് ഇപ്പോഴും പണ്ടും ഉണ്ടായിരുന്നത്. അതിൽ അസൂയാലുക്കളായ പലരും ഉണ്ട്. മനസ്സിലായി? അപ്പോൾ ആ പലരും എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ നാണത്തോടുകൂടിയാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പേപ്പറിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ഒരു ഓർഡർ ഇറങ്ങി നമുക്ക് ഓർഡർ ഇതുവരെ കിട്ടിയിട്ടില്ല. മനസ്സിലായോ? കളക്ടറിനും കിട്ടിയിട്ടില്ല.
ഞാനിത് ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം വാട്സപ്പിലാണ് എനിക്ക് ഈ ഓർഡർ അയച്ചു തന്നത്. അല്ല, പോസ്റ്റലിൽ ഞങ്ങൾക്ക് രജിസ്റ്റേർഡ് പോസ്റ്റിൽ ഇതിൻ്റെ ഓർഡർ വരേണ്ടതാണ്. അപ്പം ഇതൊക്കെ ചെവി അറിയാതെ നടത്തുന്നതിൽ പല ആൾക്കാർക്കും, ഞാൻ പറഞ്ഞില്ലേ, പേപ്പറിൽ ഇത് പബ്ലിഷ് ചെയ്യണതിന് മുമ്പ് തന്നെ പേപ്പറിൽ വരുത്തുക, അതിനൊക്കെ ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും ഞങ്ങളുടെ മുൻഗാമികളായിട്ടുള്ള പലരും ഉണ്ടാവും. അതേമാതിരി ഇന്ന് ഈ പറയുന്ന എന്താ പറയുക, എനിക്കത് വിവാദമായിട്ട് വരാൻ എനിക്ക് താല്പര്യമില്ല. ബിക്കോസ് ഇതൊരു കേസിലേക്ക് പോകുന്നൊരു കാര്യമായതുകൊണ്ടിട്ട് പല പരാമർശങ്ങളെയും ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. തുറന്നു പറയാൻ സാധിക്കത്തില്ല. പക്ഷേ എനിക്ക് ശക്തമായിട്ട് പറയാൻ പറ്റും, 1, 2, 3 ആൾക്കാരടങ്ങുന്ന ഒരു സംഘം ഈ ഡിസ്ട്രിബ്യൂട്ട് അസോസിയേഷൻ നശിച്ചു കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇൻഡസ്ട്രിയിൽ പലർക്കും, എന്ന് വെച്ചാൽ ശക്തമായ സംഘടനയെ തകർക്കുകയാണല്ലോ ഇന്ന് എല്ലാവർക്കും ലക്ഷ്യം. അപ്പോൾ അതിന് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാരെ അതിൻ്റെ പിന്നിലുണ്ട്. അല്ല ഒരു മനോജ് മാത്രം വിചാരിച്ചുകൊണ്ടോ ഇത്രയും പബ്ലിസിറ്റിയും കാര്യങ്ങളോടുകൂടി ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അപ്പം ചില ആളുകൾ ചേർന്ന് ഈ അസോസിയേഷൻ നശിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. തീർച്ചയായിട്ടും അത് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കണതല്ലേ. പിന്നെ ശക്തരായ നേതാക്കന്മാരുണ്ടെങ്കിൽ അതിൽ പ്രതിഭാഗം ഉണ്ടാവും, അതിനെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടാവും. അത് ഇന്ന് കേരള രാഷ്ട്രീയത്തിലും ഉണ്ടല്ലോ. അതേമാതിരി തന്നെയാണ് ഇതേ ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ശക്തിയൊന്നും കുറയില്ല, യാതൊരു സംശയമില്ല കാര്യത്തിൽ. അപ്പോൾ ഏതറ്റം വരെ പോകാനും തയ്യാറായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെ ഇന്ന് തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് നമ്മുടെ ലിസ്റ്റിംഗ് ചീഫ് അടക്കമുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ കൂട്ടായ തീരുമാനം അത് തന്നെയാണ്. അറ്റ് എനി എക്സ്റ്റെൻറ്റ് ഞങ്ങൾ സുപ്രീം കോടതി വരെയും പോകാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും ഇതാണ് പറയാനുള്ള. ഇത് ഏതറ്റം വരെ പോയും നീതി ലഭിക്കും, നീതിയാണ് ഇവരുടെ കൂടെ ഉള്ളത് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഓഫീസിലാണ് ഇപ്പോൾ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നാണ് സിയാദ് കോക്കർ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ഒരു കാരണവശാലും ഇത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല, കുറ്റം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഒരു നടപടിയുമായി പോകാൻ കഴിയില്ല. മേൽക്കോടതിയെ സമീപിക്കും, ഇല്ലെങ്കിൽ സുപ്രീം കോടതി വരെ പോവുകയാണെങ്കിൽ നീതി ലഭിക്കുന്നവരെ പോരാടുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ചില ആളുകൾ ചേർന്നാണ് ഈ സംഘടന നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുവെന്നും ഇദ്ദേഹം വ്യക്തമാക്കി പറയുന്നത്. കോടതിയിൽ ഇരിക്കുന്നതുകൊണ്ട് ആളുകളുടെ പേര് പരാമർശിക്കാൻ താങ്കൾ തയ്യാറല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്.